الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ വളരെ പുണ്യമായ സമയങ്ങളിലും ദിനങ്ങളിലുമാണ് നമ്മളുള്ളത്. റമദാനിന്റെ പ്രത്യേകത ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അതിന്റെ പുണ്യവും ശ്രേഷ്ഠതയും വർദ്ധിക്കുന്നു എന്നതാണ്. എന്നാൽ ചിലരൊക്കെ ചില ഓട്ടക്കാരെ പോലെയാണ്. ചില ഓട്ട മത്സരങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, തുടക്കത്തിൽ പായണ ആൾക്കാർ,
പെരുമ്പാപ്പായാലും തുടക്കുമ്പോ തന്നെ ഓട്ടങ്ങടെ സ്പീഡിലാക്കിയിട്ട് എന്നിട്ടോ പകുതിയൊക്കെ ആവുമ്പോഴത്തേനും അവർ ക്ഷീണിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾ ഇനി ഇല്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തറാബീഹിനെ കാണൂല, അവർ ഖുർആൻ ഓതണില്ല, അവർ സ്വതക്കകൾ കൊടുക്കുന്നില്ല, അവർ നന്മകളിൽ ഒന്നുമില്ല, അവരങ്ങോട്ട് തളർന്നു വീണു. എന്നാലോ ബുദ്ധിയുള്ളവരെന്താ ചെയ്യാ? നേരത്തെ ഓടിയത് ആ ഓട്ടം കൊണ്ടൊരിക്കലും വിജയം ലഭിക്കുകയില്ല. ആ ഓട്ടത്തിന് തുടർച്ചയായി അത് നിലനിർത്തി അവസാനം വരെ അത് ഫിനിഷിംഗ് പോയിന്റിൽ വരെ എത്തുമ്പോഴാണ് ആ ഓട്ടം കൊണ്ട് വിജയം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവർ ഇപ്പോഴും ഓടണുണ്ട്. അവരൊരു താളത്തിലും ഒരു കൃത്യതയിലും ഒരു അളവിലും ഒരു ശ്രദ്ധയിലും അവരുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് മാത്രമാണ് ആത്യന്തികമായി റമദാനിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. സഹോദരങ്ങൾ, എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? എന്തിനാ നോമ്പെടുക്കുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ സ്വതക്ക കൊടുക്കുന്നത്? എന്തിനാ ഖുർആൻ പാരായണം ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാ? ഇവിടെ ആരെങ്കിലും കാണിക്കാനാണെങ്കിൽ, ഇവരെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണെങ്കിൽ അതിനൊക്കെ ഇത്ര അധികം നമ്മൾ ചെയ്യുന്നതിന്റെ അർത്ഥം എന്തിനായിരുന്നു? ആരെങ്കിലും കാണിക്കാൻ എന്തിനാ രാത്രി ആരുമില്ലാത്തിടത്ത് എഴുന്നേറ്റ് നമ്മൾ നിസ്കരിച്ചത് എന്തിനാണ്? ആരെങ്കിലും കാണിക്കാനാണെങ്കിൽ എന്തിനാ രാവിലെ സുബഹിക്ക് തണുപ്പുള്ള സമയത്ത് പോലും എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിന് കിലോമീറ്ററുകൾ ദൂരമുള്ള പള്ളിയിലേക്ക് നമ്മൾ വന്നത് എന്തിനാണ്? ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ചോ നമുക്ക് ആരുമില്ലാത്തൊരു ലോകത്തേക്ക് പോകാനുണ്ട്. അവിടെ ആരും സഹായിക്കാനുണ്ടാകില്ല. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, അതിലുപരി നമ്മുടെ റബ്ബിനോട് പറയാം. സഹോദരങ്ങളെ, ആരോടും പറയാനോ ആരുടെയും സഹായങ്ങളോ സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരു സമയം നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. സഹാബത്തുകൾ അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗിയായ സമയത്ത് അദ്ദേഹം തന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ കരയുന്നുണ്ട്. കരയുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഈ ഭാര്യ പറയുന്നത്, താങ്കൾ കരയുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അവർ പരസ്പരം ചോദിക്കുന്ന ചില നിമിഷങ്ങളാണ്. ഒരു കുടുംബമായി ജീവിക്കുന്നിടത്തും, ഒരു ഭാര്യയായി ജീവിക്കുന്നിടത്തും, ഒരു ഭർത്താവായി ജീവിക്കുന്നിടത്തും വീട്ടിൽ ചർച്ചകൾ എന്തൊക്കെയാണ് സ്വഹാബത്തിന്റെ? നമ്മൾ ആലോചിക്കണം. എന്തിനേക്കാക്ക കരയണേ? ഭാര്യ ചോദിക്കണം. ഭാര്യനോട് ചോദിച്ചു, നീ എന്തിനാ കരയണേ? അത് നിങ്ങൾ കരയണിട്ടാണ്, നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ഈ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ദക്കർതു ഖൗലല്ലാഹി അസ്സ വജല്ല. ഞാനിങ്ങനെ നിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ ചിന്ത എന്തായിരുന്നു അറിയോ? അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ചായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആയത്തുണ്ടല്ലോ, അതാണ് എന്റെ മനസ്സിൽ വല്ലാതെ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ആയത്ത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. വഇം മിൻകും, നിങ്ങളിൽ നിന്ന് ആരും തന്നെയില്ല ആ നരകത്തിന്റെ അടുക്കലേക്ക് വന്നു ചേരാതെ, നരകത്തിൽ പ്രവേശിക്കാതെ എന്നും തഫ്സീറുകളിൽ കാണാം. പിന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആരെയാണെന്നറിയോ? തഖ്വ ആർക്കാണോ ഉള്ളത്, സൂക്ഷ്മത ആർക്കാണോ ഉള്ളത്, അവരെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ആലോചിച്ചതാ. എന്നിട്ട് അദ്ദേഹം പറയാ, ഫല അദ്രി, എനിക്കറിയില്ല, അൻജു മിൻഹാ അംലാ, ഞാനതിൽ പെട്ടുപോകുമോ, അതാ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല.
അദ്ദേഹം ചിന്തിച്ചതും ആലോചിച്ചതും ഭൗതികമായ ദുനിയാവിന്റെ പ്രയാസങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ നാളത്തെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് മരണത്തിനപ്പുറമുള്ള ആ മടക്കയാത്രയുടെ യഥാർത്ഥമായ ജീവിതത്തിൽ ആത്യന്തികമായ വിജയമെന്ന് പഠിപ്പിച്ച സ്വർഗമാണോ എനിക്ക് ലഭിക്കുക, അതല്ല നരകത്തിലേക്കാണോ ഞാൻ ചെന്നു വീഴുക. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ആത്യന്തികമായ വിജയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, എല്ലാ ശരീരവും മരണമാസ്വദിക്കും, ഒരു ശരീരവും മരിക്കാതെയില്ല. സഹോദരങ്ങളെ, നമ്മുടെ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് എന്റെ അടുത്ത് ഭാര്യ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ എന്റെ ബെഡിൽ കിടക്കുമ്പോ എന്റെ അടുക്കൽ ഭാര്യയില്ലാത്തൊരു സമയത്തെ കുറിച്ച് ആലോചിക്ക്. അവളെ ഇന്നലെ ഞാൻ ഖബറിൽ കൊണ്ടുപോയി 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച നേരത്തെ കുറിച്ചൊന്ന് ആലോചിക്ക്. ജീവിതത്തിൽ മക്കളും നമ്മളും മാത്രമുള്ള ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ചേ. ഭാര്യമാരൊന്ന് ചിന്തിച്ചേ. മടങ്ങി വരാനിരിക്കുന്ന ഭർത്താവില്ലാത്തൊരു ദിവസം നിന്റെ ജീവിതത്തിലില്ലേ? ആ ഭർത്താവ് മരണപ്പെട്ട ആ ദിവസമുണ്ടല്ലോ, നിന്റെ അടുക്കൽ ചേർന്ന് കിടക്കാൻ, അടുത്ത് വന്ന് കൗതുകം പറയാൻ, അതല്ലെങ്കിൽ നിന്നോട് കുശലം പറയാൻ അദ്ദേഹമില്ലാത്തൊരു സമയം, അദ്ദേഹത്തിന് 6 അടി മണ്ണിലെ ആദ്യത്തെ രാത്രിയുണ്ടല്ലോ, ആ സമയത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? ഭാര്യയും ഭർത്താവും മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്ക്. അവരെ ഖബറിൽ കൊണ്ടുപോയി ആക്കി അവരില്ലാത്തൊരു വീട് നമ്മുടെ വീട്ടിലുണ്ടാകില്ലേ? അതൊക്കെ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വീട്ടിൽ പലരും വരും, പലരും വന്ന് നമ്മളെ കുറിച്ച് പറയും, രോഗമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തേ ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടത്, കാരണമെന്നൊക്കെ ആലോചനയും ചർച്ചയും ഒക്കെ നടക്കും. ഇതൊക്കെ ദുനിയാവിൽ നടക്കും. നമ്മൾ തുറന്ന് പ്രവർത്തിപ്പിച്ചിരുന്ന കച്ചവട സ്ഥാപനം ആരെങ്കിലുമൊക്കെ തുറക്കും. നമ്മുടെ വീട് അതാരെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യും. അവിടെയൊന്നും ഒരു തടസ്സവും വരില്ല. പക്ഷേ ഞാനും നിങ്ങളും എന്ന മയ്യത്തായി ഖബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യന്റെ അവസ്ഥ എന്താ? ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ മരിച്ച എന്റെ മക്കൾക്കാര മൗലവി, ഞാൻ മരിച്ച എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താ മൗലവി, ഞാൻ മരിച്ചാൽ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താ മൗലവി? ഏ മനുഷ്യ, നീ മരിച്ചാൽ നിന്റെ അവസ്ഥ എന്താ? നീ എവിടെയായിരിക്കുമെന്ന ചിന്തയല്ലേ, അതല്ലേ ഗൗരവമെന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ പരിഗണിക്കും. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ 35 വയസ്സുള്ളൂ, മരണപ്പെട്ടു. വീട്ടിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ഒരു ഏണി വെച്ചൊന്ന് കയറിയതാ. ഏണി ഒന്ന് തെന്നി നിലത്ത് വീണു, തലയടിച്ചു വീണു. ഇപ്പോൾ തന്നെ മരിച്ചു. അപ്പോൾ തന്നെ മരിച്ചു. അല്ലെ, ചെറിയ കുട്ടിയുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, അതിന്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട്. 3 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മറ്റുള്ളവരൊക്കെ ചേർന്ന്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ അതേ ഒരു വീടും കൂടി പണിത് അത് വാടകയ്ക്ക് കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു തറവാട് വാടകയ്ക്ക് കൊടുത്തതിന്റെ വരുമാനം ഈ കുടുംബത്തിനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10-30,000 രൂപ മാസം അവർക്ക് ആരുടെയും കയ്യിൽ കൈ നീട്ടേണ്ട വരാത്ത രൂപത്തിലെ സൗകര്യങ്ങൾ ഇന്ന് ആ കുടുംബത്തിന് അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുകയെ, ആ കുടുംബത്തിനൊരു പ്രശ്നമില്ല. പക്ഷെ മരിച്ചുപോയ മനുഷ്യന്റെ അവസ്ഥ എന്തായി? നമ്മൾ ചിന്തിക്കാം നമ്മുടെ കുടുംബത്തെ കുറിച്ച്. നിസ്കാരം ഒഴിവാക്കിയത് അതിനു വേണ്ടിയായിരുന്നു. അത് പല നന്മകളും നമ്മൾ അവഗണിച്ചത് അതിനു വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ സ്വസ്ഥാണ്. അവിടെ സ്വസ്ഥാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യനായിരുന്നു, സഹാബിയായിരുന്നു. ആ സഹാബി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് പറക്കമറ്റാത്ത കുട്ടികളുണ്ടായിരുന്നു. അവർ യതീമുകളായിരുന്നു. ആ യതീമുകളെ ഏറ്റെടുക്കാൻ മദീനയിലെ എല്ലാ മനുഷ്യന്മാരും ഒരുങ്ങിയെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ കാരണം? അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. മദീനത്തെ യതീമുകളുടെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ കൈ സ്പർശിക്കാത്ത ഒരു യതീമും ഉണ്ടായിട്ടില്ല.
എന്നാണ് മദീനയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ബാക്കി വച്ചതിനെ നോക്കാനും എടുക്കാനും പരിഗണിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. പക്ഷേ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ഇല്ലാത്തവർ നമ്മൾ മാത്രമായിരിക്കും. നമ്മുടെ ഖബറിൽ നമ്മുടെ അവസ്ഥ അത് എന്താണ് എന്ന് ചിന്തിക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമൻ സുഹസിഅ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന. നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും, ഇല്ലാത്ത ആയത്താണ് അല്ലേ? എന്തൊരു ഭാഗ്യമാണ്. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാ. വിജയം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, മടക്കയാത്രക്കുള്ള പാതേയങ്ങൾ ഒരുക്കി ആ പാതേയങ്ങൾ റബ്ബ് സ്വീകരിച്ച് പകരം സ്വർഗം നൽകുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയാം. എത്ര നോമ്പെടുത്തു? 18ാമത്തെ നോമ്പാ. ഈ നോമ്പ് അല്ലാഹു സ്വീകരിച്ചാൽ പരിഗണിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പരിഗണിച്ചിട്ടില്ലെങ്കിലോ സഹോദരങ്ങളെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ട് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ റബ്ബിനോട് പറയണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. സ്വീകരിക്കണം, പരിഗണിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ് എന്ന് പറയണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഖബർസ്ഥാനിന്റെ അടുക്കലേക്ക് ഇങ്ങനെ പോയിട്ട് അദ്ദേഹം അവിടെ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്ന രൂപത്തിൽ ഒരു വഅദ് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനവും ശ്രദ്ധയും ഓർമ്മപ്പെടുത്തലുമായി അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാളികളെ, ഏ ഖബറാളികളെ, അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുടെ ധനങ്ങളൊക്കെ വീതിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിട്ടേച്ചു പോയിട്ടുള്ള ധനങ്ങൾ അത് വീതിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കൾ വീതിക്കപ്പെട്ടിട്ടുണ്ട്. വഅമ്മദ്ദൂറു ഫഖദ് സുകിനത്, നിങ്ങൾ ഒഴിവാക്കിയ നിങ്ങളുടെ വീടുകളുണ്ടല്ലോ അവിടെയൊക്കെ പലരും താമസമാക്കിയിട്ടുണ്ട്. വാപ്പാക്ക് വേണ്ടി വലുതാക്കി പണിത മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മകൻ കിടക്കണുണ്ട് അല്ലെ? വാപ്പ മരിച്ചു കഴിഞ്ഞ പിന്നെ ആ റൂം കൂട്ടി സീലൊന്നും വെക്കൂല, അടുത്ത ആള് പരിഗണിക്കും. വാപ്പ മേടിച്ച 50,000 രൂപയുടെ സ്പ്രിംഗ് ബെഡുണ്ടല്ലോ, അവിടെ മറ്റൊരാൾ കിടന്നിട്ടുണ്ട്. സഹോദരങ്ങൾ, അതൊന്നും വെറുതാകൂലെന്ന്. അതൊക്കെ വാപ്പ പോയില്ല, ഇപ്പൊ അതൊക്കെ ഇനി ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കൂല. അതൊക്കെ പകരക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതുവരെ നിങ്ങളുടെ പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പെണ്ണുങ്ങൾ അവളെ മറ്റൊരുത്തൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോ അവരുടെ കുടുംബക്കാരോ നമ്മുടെ കുടുംബക്കാരോ ഒക്കെ നമ്മുടെ ഭാര്യ അടുക്കൽ ഇതൊക്കെ കഴിയുമ്പോ പറയും, എത്ര നാളാ ഒറ്റക്ക്, അതുകൊണ്ട് ഒരു പുതിയ ആപ്പിളയെ സ്വീകരിക്കലാണ് നിന്റെ ഭാവി ജീവിതത്തിന് ഹൈറ്. കുറെ പറയുമ്പോ മനസ്സില്ല, മനസ്സോടെ എങ്കിലായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പുതുനാരി, നമ്മുടെ പുതിപെണ്ണ്, നമ്മുടെ ഭാര്യ നമ്മൾ മരിച്ചു കഴിയുമ്പോ ഇതാ വേറൊരു പുതിയ ആപ്പിളയെ കൈനീട്ടി സ്വീകരിക്കും. വേണ്ടാന്നോ പാടില്ലാന്നോ ഒന്നുമല്ല പറയണത്. ഇതാണ് വസ്തുത എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതാണ് സത്യം എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ദീൻ മാറ്റി വെക്കരുത്, ഭർത്താവിന് വേണ്ടി നീ ദീൻ മാറ്റി വെക്കരുത്, മക്കൾക്ക് വേണ്ടി ദീൻ മാറ്റി വെക്കരുത്. ദീൻ എന്നുള്ളത് നിന്റെ ഖബറിലേക്ക്, നിന്റെ കൂട്ടിന് അതുമാത്രമാണ് ഉണ്ടാവുക എന്ന ശ്രദ്ധ, എന്ന ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, ഇതൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. നിങ്ങളുടെ വർത്തമാനം അവിടെ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ അവിടെ എന്താണ്, നിങ്ങൾക്കെങ്ങാനും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖബറാളിക്കെങ്ങാനും അല്ലാഹു സംസാരിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ, അലി റളിയല്ലാഹു അൻഹു പറയാ, അവര് പറയും, ലഖാലു, അവര് പറയുക തന്നെ ചെയ്യുമായിരുന്നു, ഇന്ന ഖൈറസാദി തഖ്വാ, തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കുന്ന ഖബറിലേക്കുള്ള പാതേയങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള പാതേയം അത് തഖ്വയാണ്.
മനസ്സിലായോ? നമ്മളൊക്കെ മടക്കയാത്രക്ക് ഒരുങ്ങേണ്ട ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയ വിഭവം എന്താ? അത് സൂക്ഷ്മത, ജീവിത ബോധമാണ്. അതുണ്ടായിരിക്കണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്നെ സദാ വീക്ഷിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു എന്ന ബോധം ആരുമില്ലാത്തിടങ്ങളിലും ആരുണ്ടായാലും ഞാനൊരു നിലപാടുകാരനാണ്, ഇരട്ട മുഖത്തിന്റെ ഉടമയല്ല ഞാനെന്ന ഉറപ്പും എന്ന ജീവിതത്തിന്റെ ക്രമീകരണവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ നേരത്ത് കരയണുണ്ട്. മരിക്കാൻ നേരത്ത് കരയാ. ആരാ അബൂ ഹുറൈറ? ഒരു പ്രസംഗവും പോകൂല, ഒരു ദർസും കഴിയില്ല, ഒരു ഹദീസ് ഗ്രന്ഥവുമില്ല അദ്ദേഹത്തിന്റെ പേരില്ലാതെ. അത്രമേൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി, അബ്ദുറഹ്മാൻ എന്ന പേരുള്ള സഹാബി, പ്രവാചകന്റെ കൂടെ ഇങ്ങനെ നടന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോകുമ്പോ ആ പ്രവാചകന്റെ വീടിന്റെ വാതിൽക്കൽ അവിടെ പള്ളിയിൽ കിടക്കുന്ന സഹാബി, വിശപ്പ് സഹിക്കാൻ പറ്റാതെ ബോധരഹിതനായി പള്ളിയിൽ ഇങ്ങനെ തളർന്നു വീണു കിടക്കുന്ന സഹാബി. അല്ലെ, അങ്ങനെ പല നിലക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പം സ്ഥിരം സദാ സഞ്ചരിച്ച് ഈ ഉമ്മത്തിന് ഹദീസുകളെ ക്രോഡീകരിച്ച് പറഞ്ഞു തരുന്നതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച സഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖനായ സഹാബിയാണ് അബൂ ഹുറൈറ എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ എന്ന സഹാബി. ഈ സഹാബി മരിക്കാൻ കിടക്കുമ്പോ കരയും. ബക്കാ അബൂ ഹുറൈറ ഫീ മറദിഹി, അദ്ദേഹത്തിന്റെ രോഗസമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുമ്പോ ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ താങ്കൾ എന്തിനാ കരയണേ, താങ്കൾ എന്താ കരയണേ? ഖാല, അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ ഈ ദുനിയാവിന്റെ വിഷയത്തിലല്ല കരയുന്നത്, വലകിന്നി അബ്കി, പക്ഷെ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? ലിബുഅദി സഫരി വഖില്ലത സാദി, എനിക്കിനി വിദൂരമായ യാത്രയുണ്ട്, എനിക്കിനി ധാരാളം സഞ്ചരിക്കാനുണ്ട്, പക്ഷേ എന്റെ കയ്യിലുള്ള വിഭവം എന്ന് പറയുന്നത് കുറച്ച് മാത്രമാണ്. നിലത്ത് തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ നമ്മളെന്താ ചിന്തിച്ചേ? ഓ, ഞാനൊരു സംഭവമാണ് കേട്ടോ, അല്ലെ? 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ തരക്കേടില്ല, അങ്ങനെയൊക്കെ പോയാൽ എനിക്കല്ലാതെ പിന്നെ ആർക്കും സ്വർഗം കിട്ടാ. ഇത്രയധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അത് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് സമൂഹം ഏറ്റെടുത്ത് ഈ ഉമ്മത്തിന് മുഴുവൻ പഠിക്കാനുള്ള ബാക്കിപത്രമാക്കി വെച്ചുപോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയാ. അദ്ദേഹം എന്താ ആലോചിക്കണേ? എന്റെ വിഭവം കുറവാ, എന്റെ കയ്യിലുള്ള പാതയം കുറവാ, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താ? അതെ, എനിക്കിനി ധാരാളം യാത്ര ചെയ്യാനുണ്ട്, എനിക്കറിയില്ല, അലാ ജിന്നത്തി വനാർ ഫലാ അദ്രി ഇലാ അയ്യുഹുമാ യുസ്ലബു ബി, സ്വർഗ്ഗവും നരകവും സത്യമാണ്, ഏതിലായിരിക്കും എന്നെ പ്രവേശിപ്പിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, മടക്കയാത്രക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ? തിരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ എന്തു കൊടുക്കാനുണ്ട്? സഹോദരങ്ങളെ, ചിലരൊക്കെ വിചാരിച്ചേക്കണേ, മരണം എന്ന് പറയുമ്പോ ആ മരണം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് സ്വർഗം നരകം എന്നൊക്കെയാണ് ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്. അതൊന്നും ശരിയല്ല. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ മരിപ്പിക്കുമ്പോൾ തന്നെ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണോ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തും. മരിക്കുമ്പോൾ തന്നെ അവൻ നരകത്തിന്റെ അവകാശിയാണോ എന്ന് ബോധ്യപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന വളരെ വിശാലമായ ഒരു ഹദീസുണ്ട്. അൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാ, കുന്നാ ഫീ ജനാസത്തി ഫീ ബഖീഇൽ ഗർഖദ്, അല്ല ബഖീഇൽ ഗർഖദ്, അവിടെ ഞങ്ങളൊരു ജനാസയെ എന്ത് ചെയ്യുന്നു? ഞങ്ങളൊരു ജനാസയെ മറമാടാൻ വേണ്ടി ബഖീഉൽ ഗർഖദിൽ ഞങ്ങൾ എത്തിയതാണ്.
ബഖീഉൽ ഖർഖദ് ഫഅതാന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് നബി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഖഅദ വഖഅദ്നാ ഹൗല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ഞങ്ങളും ഇരുന്നു. കഅന്ന അലാ റൂസിനാ അത്വൈരി. ഞങ്ങളുടെ തലയുണ്ടല്ലോ, അതിങ്ങനെ ഒരു പക്ഷി ഞങ്ങളുടെ തലയിൽ വന്നിരുന്നാൽ എങ്ങനെയായിരിക്കുമോ അത് പറന്നു പോകാതെ ഇരിക്കുന്നത്, ആ രൂപത്തിൽ ഞങ്ങൾ ഇരുന്നു. ഹദീസ് ഇങ്ങനെ അതിങ്ങനെ നമ്മൾ കാണുന്നത് പോലെ സ്വഹാബത്തിന് വിശദീകരിക്കണം. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നത് എങ്ങനെയാ? ഇരുന്നത് ഇങ്ങനെ തല വെച്ചിട്ട്, എന്നിട്ട് ആ തല അനക്കാതെ അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറയുന്നത് അതിങ്ങനെ കേട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെയോ ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. അല്ലാഹുവിന്റെ റസൂലേ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചു 3 പ്രാവശ്യം. സലാസ മററാത്ത് സുമ്മ ഖാല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താണ്? ഇന്നൽ അബ്ദൽ മുഅ്മിന, ഒരു മുഅ്മിനായിട്ടുള്ള അടിമയെന്ന് പറയുന്നത് ഇദാ കാന ഫീ ഇഖ്ബാലിൻ മിനൽ ആഖിറ, അവൻ പരലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോ ദുനിയാവിൽ നിന്നവൻ വിരമിക്കുകയും ചെയ്യുമ്പോ നസലത് ഇലൈഹിൽ മലായികതു, അവന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരും. കഅന്ന വുജൂഹഹുമുശ് ശംസു, ആ മലക്കുകളുടെ മുഖമുണ്ടല്ലോ അത് സൂര്യനെ പോലെ തിളങ്ങുന്നതാണ്. മഅഹും, അവരുടെ കൂടെയുണ്ട് കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടകളിൽ നിന്നുള്ള ഉടയാടകൾ അവരുടെ കയ്യിലുണ്ട്, കഫനുകൾ അവരുടെ കയ്യിലുണ്ട്. വഹനൂതും മിൻ ഹനൂത്തിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള പരിമളങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഫജ്ലസൂ മിൻഹു മദ്ദൽ ബസരി, എന്നിട്ട് ആ മയ്യത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവരങ്ങ് ഇരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവരങ്ങ് ഇരിക്കുമ്പോ പിന്നീട് മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരും. എന്നിട്ട് അവന്റെ തലഭാഗത്ത് വന്നിരിക്കും. എന്നിട്ട് അവനോട് പറയും, അയ്യത്തുഹുൻ നഫ്സു ത്വയ്യിബാ ഉഖ്രുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ. ഏ ത്വയ്യിബായ ആത്മാവേ, ഏ നല്ല മനുഷ്യ, മുഅ്മിനായ മനുഷ്യന്റെ അടുക്കൽ വന്നുകൊണ്ട് ആ റൂഹങ്ങ് പിടിക്കുമ്പോ മലക്കുൽ മൗത്ത് ഇരുന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാചകം എന്താണെന്നറിയോ? അയ്യത്തുഹുൻ നഫ്സു ത്വയ്യിബാ, ഏ ത്വയ്യിബായ നഫ്സിന്റെ ഉടമയായിട്ടുള്ള മനുഷ്യ, അതെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും പൊരുത്തത്തിലേക്കും മടങ്ങി വരൂ എന്ന് അവിടെ വെച്ചുകൊണ്ട് വിളിക്കും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ, നിന്റെ റബ്ബിന്റെ തൃപ്തിയിലേക്കും അതുപോലെ തന്നെ അവന്റെ പൊരുത്തത്തിലേക്കും മടങ്ങി വരൂ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യന്റെ റൂഹിനെ അവിടെ പിടിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ അതുകൊണ്ട് കഴിഞ്ഞില്ല സഹോദരങ്ങളെ. എങ്ങനെയാണ് ആ റൂഹ് പിടിക്കുന്നതെന്നറിയോ? ഫതഖറുജു തസീലു കമാ തസീലുൽ ഖിത്രതി മിൻ ഫിയസ്ഖാ, ഒരു പൂജയിൽ നിന്ന് വെള്ളം എപ്രകാരമാണോ ഒഴിക്കുന്നത് അത്രയും ലളിതമായി അവന്റെ റൂഹിനെ പിടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, അങ്ങനെ റൂഹിനെ പിടിച്ച് ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ ഫയസ്അദൂന ബിഹാ, ആ റൂഹിനെയും കൊണ്ട് കടന്നു പോവുകയാണ്. ഫലാ യമുറൂന യഅനി ബിഹാ അലാ മലഇൻ മിനൽ മലാ
മലായിക, മലക്കുകളുടെ ലോകത്തേക്ക്, ആകാശ ലോകത്തേക്ക് ഈ റൂഹിനെയും പിടിച്ചു കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുമ്പോ ഈ സമയത്ത് മലക്കുകളുടെ ലോകത്ത് ആ മലക്കുകൾ അവർ ചോദിക്കും, ഖാലൂ മാ ഹാദാ റൂഹു തയ്യിബ്, ഈ നല്ല മനുഷ്യൻ ഇത് ആരുടെ റൂഹാണ് എന്ന് ചോദിക്കുമ്പോ ഫയഖൂലൂൻ, ഈ വന്ന മലക്കുകൾ പറയും, ഈ മനുഷ്യനുണ്ടല്ലോ ഫുലാനിബ്നു ഫുലാനിൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹി ഫിദ് ദുനിയാ, ദുനിയാവിൽ വെച്ച് അവനെ വിളിച്ച ഏറ്റവും നല്ല നാമങ്ങൾ കൊണ്ട് ഇന്ന മകന്റെ ഇന്ന ആളുടെ മകനാണ് എന്ന അർത്ഥത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ പറയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഹത്താ യൻതഹു ബിഹാ ഇലസ്സമാ, ഏതുവരെ? ആകാശത്തിന്റെ ലോകത്ത് അവരെത്തുന്നതുവരെ ഈ രൂപത്തിലായിരിക്കും പറയുന്നത്. ഫയുസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹു ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇല സമാഇ അല്ലതി തലീഹാ ഹത്താ യുൻതഹാ ബിഹാ ഇല സമാഇ അല്ലതി ഫീഹാ അല്ലാഹ്. ഏഴാം ആകാശം വരെ ആ റൂഹിനെ ഇങ്ങനെ കൊണ്ടുപോയി സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എന്റെ അടിമയെ ഇല്ലീൻ എന്ന മുഅ്മിനീങ്ങളുടെ സ്വീകരിക്കുന്ന ആ രൂപത്തിലുള്ള പരിഗണിക്കുന്ന രേഖയിൽ എഴുതപ്പെടൂ. സഹോദരങ്ങൾ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മടക്കയാത്രയാണ്. ആ മനുഷ്യൻ മടങ്ങി ചെല്ലൂ ഇല്ലീൻ എന്ന രേഖയിൽ അവന്റെ പേരങ്ങ് രേഖപ്പെടുത്താൻ അല്ലാഹു പറയും, വഅഈദുഹു ഇലൽ അർദി, പിന്നെ അവനെ ഭൂമിയിലേക്ക് മടക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുകയാണ്, എന്നിട്ടോ ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, എന്നിട്ട് വീണ്ടും ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ റൂഹിനെ മടക്കുന്നു. ഫയഅതീഹി മലകാനി, എന്നിട്ട് രണ്ട് മലക്കുകളാ അവന്റെ അടുക്കൽ വരികയാ. ഫയജ്ലിസാനി, എന്നിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നു അവന്റെ അടുക്കൽ ഖബറിലിരുന്നു കൊണ്ട്. ഫയഖൂലാനി, അവർ രണ്ടുപേരും ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, മാ ദീനുക, നിന്റെ മതമേതാണെന്ന് ചോദിക്കുന്നു. നിന്റെ മതമേതാണെന്ന് ചോദിക്കുമ്പോ മുഅ്മിനായ മനുഷ്യൻ പറയുന്ന മറുപടി, ദീനി അൽ ഇസ്ലാം, എന്റെ മതം അത് ഇസ്ലാമാണേ, എന്റെ മതം അത് ഇസ്ലാമാണേ എന്ന് പറയുന്നു. ഫയഖൂലാനി ലഹു, ഈ രണ്ട് മലക്കുകൾ വീണ്ടും ചോദിക്കുകയാണ്, മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയ ചോദ്യം, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ഹുവ റസൂലുള്ളാഹ്, അവൻ അല്ലാഹുവിന്റെ റസൂലാണ് അദ്ദേഹം. ഫയഖൂലാനി ലഹു വമാ ഇൽമുക, വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അറിവ് എന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ഖറഅതു കിതാബല്ലാഹ് ഫആമനതു ബിഹി വസദ്ദഖതു, ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അത് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഫയുനാദി മുനാദിൻ ബിസ്സമാ, സഹോദരങ്ങളെ, വിളിച്ചു പറയുന്നവർ ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയും. എന്താ പറയുന്നറിയോ? എന്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു, എന്റെ അടിമ സത്യം പറഞ്ഞു. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിന്റെ വിരിപ്പുകൾ അവനെ വിരിക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വാതിൽ അവന്റെ മേൽ തുറന്നു കൊടുക്കൂ. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ വയുഫ്സഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസരിഹി.
അങ്ങനെ അവന്റെ മേൽ ആ സ്വർഗത്തിന്റെ പരിമളങ്ങളും അതുപോലെ തന്നെ ആ വിശാലതയും ഒക്കെ ലഭിക്കുന്നു. വയുഫ്സഹു ലഹു ഫീ ഖബ്രി, അവന്റെ ഖബറങ്ങ് വിശാലമാക്കി കൊടുക്കും. മദ്ദ ബസരിഹി, അവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ആ ഖബറങ്ങ് വിശാലമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, അല്ലെ, നമ്മൾ ചിന്തിക്കണം ആ നിലക്കൊക്കെ ഖബറിലുള്ള അവസ്ഥയെ കുറിച്ച്, മടക്കയാത്രയിൽ സംഭവിക്കുന്ന അവസ്ഥയെ കുറിച്ച്. ഇനിയോ വയതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, അവന്റെ അടുക്കലേക്ക് ഒരു നല്ല മുഖത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ഒരു നല്ല മുഖത്തിന്റെ ഉടമ ഈ മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ടോ ഹസനു തിയാബി തയ്യിബു റീഹി, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല സുഗന്ധം പുരട്ടിയവനാണ്. ഫയഖൂലു, എന്നിട്ട് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുന്നുണ്ട്, അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുകല്ലദീ കുൻത തുഅദൂ, നീ സന്തോഷിച്ചോ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് പറയും. ഫയഖൂലു, ഈ സമയത്ത് ചോദിക്കും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഈ വരുന്ന നല്ല സുഗന്ധം പൂശിയ നല്ല മുഖത്തിന്റെ ഉടമയായ ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? മൻ അൻത, അല്ല മനുഷ്യ നീ ആരാ, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഫവജ്ഹുകൽ വജ്ഹുല്ലദീ യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കണ്ടിട്ട് ഒരു നന്മ കൊണ്ടുവരുന്ന ആളെ പോലെയുണ്ടല്ലോ, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഫയഖൂലു, ഈ മനുഷ്യൻ പറയും, അന അമലുക, ഞാൻ നിന്റെ അമലാണ്, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ അമലാണ്, ഞാൻ നിന്റെ അമലാണ്. ഏത് അമലെന്നറിയോ? മരിക്കുന്ന ഈ ദുനിയാവിന്റെ ലോകത്ത് പല ത്യാഗങ്ങളും സഹിച്ച് ഞെരുങ്ങി ജീവിച്ചപ്പോൾ പോലും അതിൽ നിന്നൊക്കെ പരമാവധി നന്മയിൽ കൊടുത്തും ചെയ്തും പ്രവർത്തിച്ചും നന്മയിൽ ജീവിച്ചും ത്യാഗം സഹിച്ചും റബ്ബേ അല്ലാ എന്ന പ്രതീക്ഷയിൽ ആ റബ്ബിനെ പ്രതീക്ഷിച്ച് കരുതി അവനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിച്ച് പലതും ചെയ്തില്ലേ സൽക്കർമ്മങ്ങളായി, പലതും ചെയ്തു പോയില്ലേ നന്മകളായി. ആ നന്മയാണ് നാളെ ഖബറിൽ ഈ മനുഷ്യന്റെ അടുക്കൽ ഒരു നല്ല മനുഷ്യന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്ന മനുഷ്യന്റെ കോലത്തിൽ രൂപത്തിലൊക്കെ വരുന്നത്. ആ രൂപത്തിൽ വരുന്നതും ആ രൂപത്തിൽ അങ്ങ് വന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുമ്പോ ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ മനുഷ്യൻ പറയുന്ന വാചകം എന്താണെന്നറിയോ? യാ റബ്ബി, എന്റെ റബ്ബേ, അഖിമിസ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരൂ, ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, അല്ലാഹുവേ ആ ഖിയാമമുണ്ടല്ലോ, എല്ലാവരെയും വിചാരണക്കെടുക്കുന്ന സമയമുണ്ടല്ലോ, ആത്യന്തികമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാ അതൊന്ന് കൊണ്ടുവാ, അല്ലാ അതൊന്ന് പെട്ടെന്ന് കൊണ്ടുവാ എന്ന് സ്വർഗമുറപ്പിച്ച മനുഷ്യനെന്ന് പറയുമെന്ന് പറയുമ്പോ, സഹോദരൻ ഇതിനൊക്കെ എന്താ മനസ്സിലാക്കണ്ടേ? ഇതിനൊക്കെ എന്താ മനസ്സിലാക്കണ്ടേ? ഈ ഹദീസിൽ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളിപ്പോ മരിച്ചാണ്ടല്ലോ, നമ്മളിപ്പോ മരിച്ചാൽ ഏത് മലക്കായിരിക്കും നമ്മെ പിടിക്കുക? ഏത് മലക്കായിരിക്കും നമ്മുടെ റൂഹിനെ പിടിക്കുക? ഏത് മലക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുക? ഏത് കഫൻ പുടവയായിരിക്കും അവർ പൊതിപ്പിക്കുക? സഹോദരങ്ങളെ ആലോചിക്കണ്ടേ? എവിടെയായിരിക്കും നമ്മുടെ രേഖ എഴുതപ്പെടാ? അല്ലാ ഇവൻ സത്യവാനാണെന്ന് അംഗീകരിക്കുമോ എല്ലാവരുടെ മുമ്പിൽ നല്ലവരാ, എല്ലാവരുടെ മുമ്പിൽ 100ൽ 100 ഇല്ലേ? ആർക്കൊരു എതിരഭിപ്രായമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല, തരക്കേടില്ല, ആൾക്കാരൊക്കെ നല്ലത് പറയുന്നുണ്ട്. എന്നാലും ഉള്ളിലോ ഞാനെന്ന വ്യക്തി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്തായിരിക്കും? ഈ റമദാൻ കൊണ്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയെ ആ കളങ്കങ്ങളെ ഒഴിവാക്കി തഖ്വയിൽ എതിർത്തിടമായി ഒരു മടക്കയാത്രക്ക് എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കളങ്കമില്ലാത്ത വ്യക്തിയായി മാറിയിട്ടില്ലെങ്കിൽ സഹോദര
സഹോദരങ്ങളെ, അല്ല പറയാ, സത്യപ്പെടുത്തല്ല, ഇവൻ സത്യസന്ധനാണ്, ഇവൻ സത്യം പറഞ്ഞവനാണ്. നമ്മളെ കുറിച്ച് ഇത് പറയോ? നമ്മളെ കുറിച്ച് അല്ല അങ്ങനെ പറയോ? അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ആത്മാർത്ഥമായി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളൊക്കെ നോക്കി നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഒരു മയ്യത്തിന് 3 കാര്യങ്ങൾ അനുഗമിക്കും, ഇല്ലേ? ഒക്കെ കാണാതെ അറിയുന്ന ഹദീസാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ? 3 കാര്യങ്ങൾ അനുഗമിക്കും. കുടുംബമുണ്ട്, സമ്പത്തുണ്ട്, അവന്റെ അമലുണ്ട്. ഫയർജിഉ അഹ്ലഹു വമാലഹു, അവന്റെ കുടുംബം സമ്പത്തും തിരിച്ചു പോരും. ഒന്നൊഴികെ അവന്റെ അമല് മാത്രം ഒപ്പുണ്ടാവുള്ളൂ. നമ്മൾ ചെയ്ത നിസ്കാരം ഒപ്പുണ്ടാകും, നമ്മൾ ചെയ്ത ഖുർആൻ പാരായണം ഒപ്പുണ്ടാകും. എത്ര ജുസായി സഹോദരങ്ങളെ, എത്ര ജുസ് ഓതി തീർത്തു? 18 ജുസ് ആയോ? 18ാമത്തെ നോമ്പിലല്ലേ? 18 ജുസ് ആയെങ്കിൽ മാത്രമാണ്, 18 ജുസ് ആയെങ്കിൽ ഒരു ഹത്തം എങ്കിലും ചുരുങ്ങിയത് തീർക്കാൻ പറ്റും. ചിന്തിക്കണേ, ആലോചിക്കണേ. ഒരു റമദാൻ വന്നിട്ട് പോലും ഖുർആൻ ഒരു പ്രാവശ്യം പോലും ഓതി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തർത്ഥമല്ല? നമ്മളൊക്കെ ആ സ്വർഗം പ്രതീക്ഷിക്കുന്നതിൽ എന്താ അർത്ഥമല്ല? സ്വഹാബത്തൊക്കെ 7 ദിവസവും 3 ദിവസവും 10 ദിവസവും കൊണ്ടൊക്കെ ഖുർആൻ ഖത്തം തീർത്ത്. അവരൊക്കെ ഒരു റമദാനിൽ പരമാവധി ഖത്തം തീർത്തു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 60 പ്രാവശ്യം റമദാനിൽ ഖത്തം തീർത്തു. 60 പ്രാവശ്യം. രാത്രി ഒന്ന് പകലൊന്ന്, അങ്ങനെ 30 നോമ്പില് 60 പ്രാവശ്യം. നമ്മളോ ആലോചിക്കണം. ഒട്ടപ്പാച്ചിലുകൾക്കൊക്കെ കുറച്ച് കുറവാണ്, അല്ലേ? ഓടിയാലും ഓതണുണ്ടെന്ന് സമയം കണ്ടെത്തുന്ന ഉറപ്പുവരുത്തണം. അമലൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരു നന്മയും കുറഞ്ഞു പോകാൻ പാടില്ല. ഓടുമ്പോ പോലും മനസ്സിലൊരു വേദന ഉണ്ടാവണം. അല്ലാ, കുടുംബത്തിന്റെ വേണ്ടിയാണ് റബ്ബേ, സ്വീകരിക്കണം, കബൂൽ ചെയ്യണേ എന്നാൽ അത് മാത്രം ആകരുത്. ഇന്ന് നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് നിങ്ങളൊക്കെ കണ്ടില്ലേ? മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്കാരൊക്കെ പുറത്തിറങ്ങാണ്. തട്ടുകടക്കാരും കുലുക്കിയതും ഒരച്ചതും ഐസിട്ടതും ഇടാത്തതും മുളകിട്ടതും മുളകിടാത്തതും. എന്നിട്ടോ കുടുംബമായിട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടെന്താ? 2699 ഒരു ഇഫ്താർ മീറ്റ്. ഇഫ്താർ മീറ്റ്, അൺലിമിറ്റഡ് ഫുഡ്. എന്തും കഴിക്കാം, എല്ലാം ഉണ്ട്, കരിച്ചതും പൊരിച്ചതും, അല്ലേ? ഒക്കെ ഉണ്ട്. എന്നിട്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങളും ഉണ്ട്, അവിടെയൊക്കെ തിരക്കുമുണ്ട്. തറാവീഹ് ഇല്ല, ഇശാ ഇല്ല, മഗ്‌രിബ് ഇല്ല. ചിലരൊക്കെ നോമ്പിന്റെ ഭയങ്കര വൈബിലാണ്. എന്തപ്പോ നോമ്പ്, എന്തു വൈബാ? ആർക്കാ ഇവര് നോമ്പ് ഇത് പഠിപ്പിച്ചു കൊടുത്ത്? ഇങ്ങനത്തെ നോമ്പ് ആരാ പഠിപ്പിച്ച്? നോമ്പെന്ന് പറഞ്ഞാൽ ഇതല്ല സഹോദരങ്ങളെ. ഏതെങ്കിലും ട്രെൻഡിന്റെ കൂടെ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്ന് അങ്ങാടികളിൽ തെണ്ടി നടക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് ഒരു പോക്ക്, എന്നിട്ട് അവിടെ പോയി കുറെ എന്തൊക്കെ കുടിച്ചു, അവിടെ ഇരുന്ന് കുറെ നേരം സമയം വെറുതെ കളഞ്ഞു. സഹോദരങ്ങളെ, ആ സമയം നിനക്ക് അവസരങ്ങളാക്കും. നീ ആ തറാവീഹ് കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നീ ഖുർആൻ ഓതിക്കോ, ഒരു 1 മണി വരെ ഇരുന്ന് ഖുർആൻ ഓതിക്കോ. എന്നിട്ട് കിടന്നാ മതി. ഉറക്കം വന്നില്ലെങ്കിൽ അങ്ങാടികളിൽ തെണ്ടിത്തിരഞ്ഞ് നടക്കരുത്. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, കോപമുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് അങ്ങാടികളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അങ്ങാടിയിൽ അവസാനം പോവുകയും ആദ്യം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഖൈർ എന്ന്. അപ്പൊ അങ്ങാടി പോകാൻ പോരാ. ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് പോരണം. എന്നാലോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ അത് പള്ളികളാണ്. പള്ളിയിലിരിക്കാൻ ഒരു പ്രയാസമാണ്. പള്ളിയിൽ ഇങ്ങനെ കുറച്ചേരി ഇരിക്കുമ്പോഴത്തേനും നമുക്ക് തിരക്കായി പള്ളിയിലൊക്കെ പോകണം. അങ്ങാടി പോയേക്കട്ടെ, എത്ര നേരം അങ്ങാടി നടന്നാലും ഒരു കുഴപ്പമില്ല, ഒന്നും അറിയുന്നില്ല, ഒരു വിഷമവും ഇല്ല. പള്ളിയിൽ ഇരുന്നാലോ, ഞാൻ എന്തോരം നേരം നിന്ന് പള്ളിയിൽ ഇരുന്നേ, ഭയങ്കര പ്രൗഡായിരിക്കും. നമുക്ക് എന്തോ സംഭവം ചെയ്ത പോലെ ഇരിക്കും, അല്ലേ? എന്നാലോ അങ്ങാടിയിൽ എത്ര നേരം നടന്നാലും ഒരു കുഴപ്പമില്ല. മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഡ്രസ്സൊക്കെ എടുക്കേണ്ടത് ഇനി ഈ തവണ എടുക്കാൻ പറ്റാത്തൊരു പോട്ടെ, അടുത്ത കൊല്ലമൊക്കെ ഇൻഷാ അല്ലാഹ് തൗഫീഖൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ റമളാൻ പറക്കണേ മുമ്പ് തന്നെ എടുക്കണം. അതിന് പൈസ വേണ്ട പോലും, പൈസ ഒക്കെ അപ്പൊ കടം മേടിക്കണേ. അപ്പൊ കുറച്ച് കടം മേടിച്ചിട്ട് എന്ത് ചെയ്യാ? ഡ്രസ്സ് എടുക്കാം. റമളാനിന് എന്തായാലും വാങ്ങുമ്പോ പൈസ ഉണ്ടാവുമല്ലോ, ആ പൈസ അവർക്ക് അവിടെ കൊടുക്കാം.
അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ത്യാഗമൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം? റമദാനിന്റെ ദിനങ്ങളും ദിവസങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ഒരാൾ റമദാനിൽ പറഞ്ഞതാ, രാവിലെ പോയതാ ളുഹറും അസ്റും ഒക്കെ തുണിക്കടയിലായിരുന്നു. മഗ്‌രിബിന്റെ നോമ്പ് തുറയും കൂടി ഉണ്ടെന്നവർ പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴത്തേനും ഇവരൊക്കെ വിളിച്ചുകൊണ്ട് പോന്നു. നോമ്പ് തുറയൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. ഇനി തറാവിയും ഉണ്ടാവും കുറച്ച് കളയുമ്പോൾ. എവിടെ? ടെക്സ്റ്റൈൽസിൽ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ കച്ചവട കണ്ണുമായി നിൽക്കുന്നവരെല്ലാം ഒരുക്കും. അതിൽ പോകാൻ ആൾക്കാരുണ്ടാകും. അവർക്കെന്താ അവർക്കാവും എല്ലാം നിർവഹിച്ചു എന്ന ചിന്തയാണ്. സഹോദരങ്ങൾ ആലോചിക്കണം, ഗൗരവമാണ്. വെറുതെ സമയങ്ങളെ കളയാൻ പറ്റില്ല. നമ്മുടെ മരണം അടുത്തുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ, നിങ്ങളുടെ പുറകുണ്ട്. അത് നിങ്ങളുടെ മരണം അങ്ങോട്ട് പിടിക്കാൻ അന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? പിടിക്കും. യാതൊരു സംശയമില്ല, പിടിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രബോധകനെ കുറിച്ച് ഒരാൾ പറഞ്ഞതാണ്. അവന് 2 വയസ്സുള്ളപ്പോ അവന്റെ വാപ്പ ഒരു ബസ് ഇടിച്ചു മരിച്ചു. ഞാൻ ഇന്നലെ അത് കേട്ട്. ഒരു പ്രബോധകനാണ്. എനിക്ക് എല്ലാത്തിനും വിഷമായി. എന്താണെന്നറിയോ? ഞാൻ എന്റെ ഉമ്മാനെ വാപ്പനെ വിളിച്ചു വൈകുന്നേരം ചെന്നപ്പോ അപ്പൊ തന്നെ. കാരണം 2 വയസ്സിൽ വാപ്പ നഷ്ടപ്പെട്ട് ഇത്രയും നാളെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വാപ്പയും ഉമ്മൊക്കെ ഉണ്ട്. എന്നിട്ട് അവരുടെ വിലയും അവരുടെ ഒരു ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. മാതാപിതാക്കളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണേ. അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണം. ഡ്രസ്സ് മാത്രമല്ല, മക്കൾ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കുറച്ച് പൈസ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, പണം കൊടുക്കണം. അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് പ്രായമുള്ള ആൾക്കാരൊന്നും നമ്മുടെ അത്രയൊന്നും എവിടെയും പോണില്ല, എവിടെയും പോകുന്നില്ല. അവര് പറയുന്നത് കഴിഞ്ഞ പെരുന്നാളിന്റെ ആ മോനെടുത്തൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ അവിടെ ഉണ്ട്. 3 ആൺമക്കളുണ്ടെങ്കിൽ 3 പേരും പെരുന്നാളിന് 3 പുതിയത് എടുത്തു കൊടുക്കും. ആ 3 എണ്ണം അവിടെ ഉണ്ടാകും. അടുത്ത പെരുന്നാളിന് എടുത്തു കൊടുക്കും. 3 എണ്ണം, 6 എണ്ണമായി ഒരു വർഷം. 2 പെരുന്നാളല്ലേ ഉള്ളൂ, 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. ബാക്കി 4 എണ്ണം വാപ്പാന്റെ പുതിയത് അലമാരിൽ ഇരിക്കുക. പിന്നെ ഈ പെരുന്നാളിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? 3 എണ്ണം മേടിച്ചു കൊടുക്കും, 3 പേരും കൂടി. ഇല്ലേ? എന്നാലോ വാപ്പാക്ക് ഒരു വിഷമമുണ്ട്. എന്താ വിഷമം എന്നറിയോ? ആ പേരക്കുട്ടികൾ ഇങ്ങനെ ഓടി വന്ന് മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ പേരക്കുട്ടികളുടെ കൈ പിടിച്ചു കൊണ്ടുപോയി പെരുന്നാളിന് ഒരു മിഠായി മേടിച്ചു കൊടുക്കാനുള്ള പൈസ മൂപ്പരുടെ കേസിൽ ഉണ്ടാവില്ല. മൂപ്പരോട് മിഠായി എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ വല്ലാത്ത ഒരു മനസ്സിൽ എന്തോ ഒരു അടങ്ങേറൊക്കെ ആയിട്ട് പേരക്കുട്ടിനെ കാണുമ്പോൾ ഇങ്ങനെ ഓടി ഒളിച്ചിങ്ങനെ പോകാം. ആഗ്രഹമുണ്ട് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ എന്തില്ല, വരുമാനം നിലച്ച മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഭാര്യ ഒന്നും കാണണ്ട. ഈ മക്കള് കൊടുക്കുമ്പോ നിങ്ങളുടെ ഭാര്യമാര് കാണണ്ട, അങ്ങനെയൊന്നും അറിയിച്ചു കൊടുക്കണ്ട. നമ്മുടെ വാപ്പാക്ക് എന്ത് ചെയ്യാ? കൊണ്ടുപോയിട്ട് കൊടുക്കാം. ഭാര്യന്റെ കയ്യിലും കൊടുക്കാം. ഇത് വാപ്പാക്ക് കൊടുക്കാം. അവളെ കൊണ്ട് കൊടുപ്പിക്കുക. മരുമക്കള് കൊടുക്കണ്ട, മക്കള് കൊടുക്കട്ടെ. അപ്പോഴാ അതിലൊക്കെ എന്തുണ്ടാവുള്ളൂ? ഒരു പ്രാർത്ഥനയും ഒരു വലിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അവര് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം 5 മക്കള് ഹാഫിളായ ഒരു ഉപ്പാനെ കണ്ടു. 5 മക്കള് ഹാഫിളാണ്, 4 ആണും ഒരു പെണ്ണും. 3 മക്കള് ഈ റമദാനിലെ ഹാഫിളായി. അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയച്ചു, 3 പേരും കൂടി ഹാഫിളായിട്ട്. ആദ്യത്തെ മോൻ ഹാഫിളായപ്പോ അദ്ദേഹം ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് പോയി കാണാനോ കുട്ടിയെ പോയി കാണാനൊക്കെ അന്ന് പറ്റി. ഇപ്പോ അദ്ദേഹം കുറച്ച് ദൂരെ ആയതൊന്നും പറ്റണില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അറിയിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഹാഫിളാകൽ എളുപ്പമാണ്. അതുകൊണ്ട് ആ പ്രായം അതാണ്, എളുപ്പത്തിൽ പഠിക്കുക. ഇനിയുള്ളത് ത്യാഗാണ്. ഇനി അതനുസരിച്ച് അത് മറക്കാതെ കൊണ്ട് നടക്കാന്നുള്ളത് വലിയ ത്യാഗാണ്. അതിന്റെ അർത്ഥം ഹാഫിളാകണ്ടെന്നല്ല. ഒന്നാമത്തെ ദീനിന്റെ പടി എന്നുള്ളത് ഹിഫ്ളാണ്. ഹിഫ്ളുൽ ഖുർആൻ, അത് ദീൻ പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഗുണമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആദ്യം മക്കളെ ഹിഫ്ള് പഠിപ്പിക്കണം. ഒരു നിയ്യത്ത് ഉണ്ടാകണം, ഒരു തേട്ടുണ്ടാകണം, മനസ്സിലൊരു ബുദ്ധി ഉണ്ടാകണം, ആഗ്രഹം ഉണ്ടാകണം. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ മക്കൾ 5 പേര് ഹാഫിളാകാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ടാവില്ല? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വേറൊന്നുമില്ല മൗലവി, മാതാപിതാക്കളുടെ ദുആ. എന്താണ്? മാതാപിതാക്കളുടെ ദുആ. ഞാനേ നിങ്ങളോടായിട്ട് പറയാം, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം പശ്ചാത്തലമൊക്കെ എനിക്ക് അറിയണോണ്ടേ. അദ്ദേഹം കുറെ നാൾ ആദ്യ ഭാര്യയായിട്ട് പിണങ്ങി. എന്തിന്റെ പേരിലാണെന്നറിയോ? കുട്ടികളുടെ ദീനിന്റെ വിഷയത്തിലാണ്, കുട്ടികളുടെ ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിലാണ്. അദ്ദേഹം ഇന്നൊരു മുഹാജിറായിട്ട് നടക്കണം. എവിടെയൊക്കെ ദീൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയാക്കാൻ പറ്റും അവിടെയൊക്കെ പോയി അദ്ദേഹം വാടക പോയി താമസിക്കാം. അദ്ദേഹത്തിന്റെ ലോകോ അദ്ദേഹത്തിന്റെ കച്ചവടോ അദ്ദേഹത്തിന്റെ വരുമാനമൊന്നും അദ്ദേഹം ആലോചിക്കണില്ല. നിങ്ങൾ ആലോചിച്ചു,
മനസ്സിലായില്ലേ? ഒന്നും ആലോചിക്കണില്ല, ഇങ്ങനെ നടക്ക. എന്തിന്? എന്റെ മക്കളുടെ ദീനി പഠനാണ് എന്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും. അവര് നന്നായി കാണും, അവരല്ലേ നമ്മുടെ സമ്പത്ത്. ദുനിയാവിൽ കുറെ സമ്പത്ത് ഉണ്ടായിട്ട് എന്തിനാ മൗലവി? മരിച്ചു കഴിയുമ്പോ പ്രാർത്ഥിക്കാൻ മക്കൾ വേണ്ടേ? അവര് പ്രാർത്ഥിക്കൂലേ ദീൻ പഠിപ്പിച്ചു കൊടുത്താലേ? മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് തുല്യതയില്ലാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ എന്തെങ്കിലും റമദാനിലൊക്കെ കുറെ ഡ്രസ്സ് എടുത്തു കൊടുക്കലല്ല. ഈ വാപ്പാടും ഉമ്മാക്ക് ഡ്രസ്സ് ആണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എടുത്തു കൊടുക്കണം, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മക്കളും കൂടി അന്ന് തീരുമാനിക്കണം ഈ പെരുന്നാളിന് ആര് എടുത്തു കൊടുക്കുക, ഇക്കാക്ക് എടുത്തു കൊടുക്കണ്ടോ? മക്കളെ തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം. ഇത് മക്കളെ തമ്മിൽ ഉണ്ടല്ലോ ഇപ്പൊ. ഭയങ്കര അകൽച്ചയാ. പണ്ടത്തെ സൗഹൃദവും പണ്ടത്തെ സ്നേഹവും കുടുംബങ്ങളിൽ ഇല്ല, അല്ലേ? അങ്ങനല്ലേ? ഒരുമിച്ചിരിക്കണില്ല, പരസ്പരം മിണ്ടണില്ല. എന്താ പറ്റിപ്പോയത്? ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്ന് 3 സമയങ്ങളിൽ പിറന്നവരാ, ഒരുമിച്ചിരിക്കാൻ പറ്റണില്ല. എന്താ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്? എവിടെയൊക്കെ തിരുത്താനുണ്ട് അല്ലേ? എവിടെയൊക്കെ മാറാനുണ്ട്. ഒരാൾക്കെങ്കിലും ഒരു ബോധം ഉണ്ടാകണം. എന്ത് ചെയ്യണം? എല്ലാവരും വിളിച്ചു കൂട്ടി ഇരുത്തി എന്ത് ചെയ്യണം? ഒരു നോമ്പ് തുറപ്പിക്കണം. എല്ലാവരും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പൂതിയുണ്ട്. എന്ത് പൂതിയാന്നറിയോ? പണ്ടത്തെ ഒരു നോമ്പ് നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാവരും കൂടി വീട്ടിൽ ഇങ്ങനെ തല്ല് കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ നോമ്പ് തുറക്കണ നേരമൊക്കെ ഒപ്പയും ഇന്ന് ഒറ്റക്കിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, അല്ലെ? ഭാര്യ ഇങ്ങനെ പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മാന്റെ വാപ്പാന്റെ വർത്താനം എനിക്ക് പറ്റൂല. അപ്പൊ അമ്മ വിചാരിച്ചു അന്ന് പറ്റണ്ട, പോണ്ട. അങ്ങനെയല്ലോ, അങ്ങനൊന്നുമല്ല. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ആ വാക്കും വർത്താനൊക്കെ ഒരു ദിവസമോ ഒരു സമയമേ അല്ലേ ഉള്ളൂ. അതൊക്കെ നീ ഒന്ന് ക്ഷമിക്ക്. അവരുടെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന ചിന്തകൾക്കൊന്നും അർത്ഥമില്ല മക്കളെ, അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഗൗരവത്തിൽ സൂചിപ്പിക്കാൻ കാരണം പല മാതാപിതാക്കളും അനുഭവിക്കുന്ന വേദനകൾ. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു കാർന്നൂര് വന്നിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സത്യമാണ് മൗലവി, സത്യമാണ്. അപ്പൊ എനിക്കൊന്നുകൂടി എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞതിൽ അൽഹംദുലില്ലാഹ് പറയാൻ പറ്റിയല്ലോ, ആ തൗഫീഖ് കിട്ടിയല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. റിട്ടയർമെന്റ് ഒക്കെ ചിലരൊക്കെ വരുമാനങ്ങളുള്ള പാപ്പന്മാരൊക്കെ ഉണ്ടാവും, അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. വരുമാനമൊക്കെ നിലച്ച് ഒന്നുമില്ലാതെ വീടിന്റെ കോലായിൽ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലേ എന്റെ മക്കള് എന്ന് ചിന്തിച്ചും അവർക്ക് പ്രാർത്ഥിച്ചിരിക്കുമ്പോ നമ്മൾ അവരെ കണ്ടില്ല എന്ന് അടിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഒരു മയ്യത്തിനെ അനുഗമിക്കുന്ന അമലുകൾ, ആ അമലുകൾ നമുക്കുണ്ടായിരിക്കാം. ഇപ്പൊ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് നല്ല മരണമായിരുന്നു. രണ്ടാമത്തെ മരണം എന്താ? രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞ 2 തരത്തിലുള്ള മരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, രണ്ടാമത്തെ വിഭാഗത്തിന്റെ മരണം എന്ന് പറയുന്നത് ആ മരിക്കുന്ന നേരത്ത് ഈ കാഫിർ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കേണ്ടതാണ്, അതൊക്കെ മുസ്ലിങ്ങളല്ലാത്തവരല്ലേ എന്നാണ്, അല്ലെ? അങ്ങനെയല്ലേ പൊതുവെ ചിന്തിക്കുക. നിസ്കാരം ഒഴിവാക്കിയവനെ കുഫ്രിലാണവനെന്ന് ഇസ്ലാമിൽ ചർച്ചയുണ്ട്. നോമ്പ് ഒഴിവാക്കിയവൻ കുഫ്രിലാണെന്ന് ഇസ്ലാമിൽ ചർച്ചയുണ്ട്. സക്കാത്ത് ഒഴിവാക്കിയവൻ കുഫ്രിലാണെന്ന് ഇസ്ലാമിൽ ചർച്ചയുണ്ട്. അപ്പൊ എന്താ ഈ കുഫ്ർ ചെയ്യുന്നവനെ കാഫിർ എന്ന് പറയാ? അപ്പൊ വെറും ഇസ്ലാം അല്ലാത്തവരെന്നല്ല പ്രയോഗം. ഇസ്ലാമിന്റെ അകത്ത് വരാൻ ഭാഗ്യം കിട്ടിയിട്ടും അതിനെ സ്വീകരിക്കാതിരിക്കുന്നവരും അതിൽ പെടും. അതുകൊണ്ട് പേരുകൊണ്ടൊന്നും അർത്ഥമില്ല, പേരുകൊണ്ടൊന്നും ഞായില്ല. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി പറഞ്ഞില്ല, നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്ക്. കുറച്ചു വേണം, കുറച്ചു വേണ്ട, അങ്ങനെയല്ല, എല്ലാം വേണം. അള്ളാഹ് പഠിപ്പിച്ചതാണോ, അവിടുത്തെ റസൂല് പഠിപ്പിച്ചതാണോ, അതൊക്കെ ഹക്കാണ്, അതൊക്കെ സത്യമാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതെ എന്റെ കഴിവിന്റെ പരമാവധി അതൊക്കെ ഞാൻ പാലിക്കും, സ്വീകരിക്കും എന്നിടത്തേക്ക്. അങ്ങനെ കാഫിറായ മനുഷ്യന്റെ അവന്റെ ദുനിയാവിന്റെ വേർപാടെന്ന് പറയുന്നത് അതുപോലെ തന്നെ പരലോകത്തിന്റെ അവന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് ആ സമയം എന്നുള്ളത് അവന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരികയാണ്. കറുത്തിരുണ്ട മുഖമായി പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് മലക്കുകൾ വരുന്നത്. അവരുടെ കയ്യിൽ എന്തുണ്ട്? നരകത്തിന്റെ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന പലതുമുണ്ട്. ആ കണ്ണെത്തുന്ന ദൂരത്ത് വന്നിരിക്കുന്നു. പിന്നീട് മലക്കുൽ മൗത്ത് വരുന്നു.
പലപ്പോഴും മലക്കുൽ മൗത്തിനെ അസ്രായീൽ എന്നൊക്കെ പലപ്പോഴും ആളുകൾ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹദീസുകളിലോ ഖുർആനിലോ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, അസ്രായീൽ എന്നൊരു പേര് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെയോ ഇതൊക്കെ പഴമക്കാരിൽ നിന്ന് പറഞ്ഞു വന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യണത്, ഇതൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ആ പേര് ആ മലക്കിന് കാണാൻ സാധിക്കില്ല. എന്താ പറയാ, മലക്കുൽ മൗത്ത്. നേരത്തെ ഓതിയ ആയത്ത് ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത്, അവിടെയൊക്കെ മലക്കുൽ മൗത്ത് എന്ന പ്രയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മലക്കുൽ മൗത്ത് കടന്നു വരും. എന്നിട്ടോ ഈ മനുഷ്യന്റെ അടുക്കൽ, അവന്റെ തലയുടെ അടുക്കൽ വന്നിരിക്കും. ഫയഖൂലു, എന്നിട്ട് ഈ മനുഷ്യനോട് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഈ മോശപ്പെട്ട ആത്മാവിന്റെ ഉടമേ, ഉഖ്റുജി ഇലാ സഖ്ഫിൻ മിനല്ലാഹി വഗദിൻ, അല്ലാഹുവിന്റെ കോപത്തിലേക്കും അല്ലാഹുവിന്റെ ക്രോധത്തിലേക്കും വന്നുകൊള്ളുവിൻ. ഫതുഫജ്ജിഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യൻതസിഉ സുഫൂദ മിനസ് സൂഫിൽ മബ്ലൂൽ. ആ റൂഹിനെ പിടിക്കുന്നത് നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് ആ പഞ്ഞിയിലിട്ടത് ഇങ്ങനെ മാന്തിയെടുക്കുന്നത് പോലെ അവനെ പേടിപ്പിച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് അവന്റെ റൂഹിനെ പിടിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഫഇദാ അഖദഹാ, ആ റൂഹിനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ലം യദ്ഊഹാ ബിയദിഹി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് തന്നെ ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ പോവുകയാണ്. ഫയഖ്റുജു മിൻഹാ കഅനതൈനി റീഹി ഖബീസ, എന്നിട്ട് ആകാശലോകത്തേക്ക് ഈ റൂഹിനെയും കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, മലക്കുകളുടെ ആ ലോകത്ത് എത്തുമ്പോ ഇല്ലാ ഖാലൂ മാ ഹാദാ, ഈ മനുഷ്യൻ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഫയഖൂലൂന, മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ ഫഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ വിളിച്ച ഏറ്റവും മോശപ്പെട്ട വാചകങ്ങൾ കൊണ്ട് ഈ മനുഷ്യനെ വിളിക്കും എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഫയുസ്തഫ്തുഹു ലഹു ഫലാ യുഫ്തഹു ലഹു, അവന് വാതിലുകൾ തുറക്കപ്പെടാൻ അവർ ആവശ്യപ്പെടും, പക്ഷേ അവന് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ثم قرأ رسول الله صلى الله عليه وسلم لا تفتح لهم أبواب السماء, അവർക്ക് വേണ്ടി ആകാശ ലോകത്തെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലും പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഹയാത്ത്, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്തതുപോലെ എന്ത് ചെയ്യുകയില്ല, ആ പ്രവേശിക്കുന്നത് വരെ അവര് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഥവാ സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഒട്ടകം പ്രവേശിക്കുകയില്ല. അതുവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല, അതിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലാഹു പറയും, ഉക്തുബൂ കിതാബഹു ഫി സിജ്ജീൻ, അവനെ സിജ്ജീൻ എന്ന രേഖയിൽ അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അവന്റെ പേര് രേഖപ്പെടുത്തുക. അവന്റെ റൂഹിനെ അതങ്ങ് എറിയപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാ. സൂറത്തുൽ ഹജ്ജിലെ ആയത്തോതി കൊടുത്തു. അങ്ങനെ അവന്റെ റൂഹ് വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആ ഖബറിൽ വയതീഹി മലക്കാനി, രണ്ട് മലക്കുകൾ അവന്റെ അടുക്കൽ കടന്നു വരികയാണ്. ഫയഖൂലാനി ലഹു, അവന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോ ഹാ ഹാ ലാ അദ്രി, അവൻ പറയും ഹാ എനിക്കറിയില്ല, എനിക്കറിയില്ല, വല്ലാത്ത ഭീതിയിലാണ്. ഫയഖൂലാനി, അവനോട് ചോദിക്കും, ലഹു മാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോഴോ അവന് പറയാൻ സാധിക്കുന്നില്ല, വിലാപങ്ങളാണ്, വിഷമങ്ങളാണ്. മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണെന്ന് നബിയെ കാണിച്ചുകൊണ്ട് ചോദിക്കുമ്പോ അവിടെയും പറയും ഹാ ഹാ ലാ അദ്രി, അറിയില്ല, അറിയില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുമെന്ന് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ഈ മനുഷ്യനെ കുറിച്ചുണ്ടല്ലോ
ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, അൻകദിബാ അൻകദബാ, അവൻ കള്ളനാണ് എന്ന് പറയുന്നതാണ്. ഫഫ്രിശൂഹു ലഹു മിനന്നാർ, അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവന്റെ മേൽ നൽകുകയാണ്. വഫ്തഹൂ ലഹു ബാബൻ മിനന്നാർ, ഖബറിലേക്ക് അവന് നരകത്തിൽ നിന്നുള്ള വാതിലുകൾ അങ്ങ് തുറക്കപ്പെടുകയാണ്. ഖബറിൽ തന്നെ അതിന്റെ ചൂടവൻ അനുഭവിക്കുകയാണ്. അതിന്റെ പുകയും ചൂടും. അവന്റെ വാരിയല്ലുകൾ പൊട്ടിപ്പോകുമാറ് ആ ഖബർ അവന്റെ മേലങ്ങ് ഇടുക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് മോശപ്പെട്ട മുഖത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുപോലെ മോശപ്പെട്ട ആ സുഗന്ധവുമായിട്ടാണ് വരുന്നത്, മോശപ്പെട്ട ദുർഗന്ധവുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയും, നീ ചെയ്ത തിന്മകൾ കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. ഇതാണ് നിന്റെ ദിവസമല്ലദീ കുൻത തൂഅദ്, ദുനിയാവിൽ വെച്ച് നീ ഇതൊക്കെ ചെയ്തപ്പോ, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ചെയ്താൽ ഇതായിരിക്കും നിന്റെ അവസ്ഥയെന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നില്ലേ മനുഷ്യ? അതുകൊണ്ട് ആ വാഗ്ദാനം ചെയ്തിട്ടുള്ള അപകടങ്ങൾ ഇതാ, ആ വാഗ്ദാനം ചെയ്യപ്പെട്ടതിതാ. ഈ സമയത്ത് ഈ മനുഷ്യൻ, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ വന്ന മനുഷ്യനോട് ചോദിക്കും, നീ ആരാണ്? നിന്റെ മുഖം കണ്ടിട്ട് ഒരു തിന്മ കൊണ്ടുവരുന്നവരെ പോലെയുണ്ടല്ലോ, നീ ആരാ? ഈ സമയത്ത് ഈ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ മോശപ്പെട്ട അമലുകളാണ്, നീ ചെയ്ത തിന്മകളാണ്, നീ ചെയ്തു പോയ ദുർവൃത്തികളാണ്. ദുനിയാവിൽ നീ ചെയ്തു പോയ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ നിയമങ്ങളെ വിട്ടിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ നീ കാറ്റിൽ പറത്തിക്കൊണ്ട് നീ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാനെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഈ മനുഷ്യൻ പറയുന്ന വർത്തമാനം എന്തെന്നറിയോ? റബ്ബിലാ അല്ലാഹുവേ ഖിയാമം കൊണ്ടുവരല്ലേ, ഖിയാമം കൊണ്ടുവരല്ലേ, വിധി നിർണയിക്കുന്ന നാൾ വരല്ലേ എന്നവൻ ഇങ്ങനെ പറയുമെന്നാ. എന്തേ കാരണമെന്നറിയോ? അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് ശാശ്വതമായി ഇവൻ എറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, നമ്മുടെ അവസ്ഥ എന്താ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നമ്മൾ മടങ്ങുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും ഒന്ന് പരിശോധിക്കണ്ടേ സഹോദരങ്ങളെ? ഒരു ദിവസത്തെ മാത്രം പരിഗണിച്ച് അല്ലാഹ് സ്വർഗം നൽകാമെന്ന് പറഞ്ഞാൽ, അല്ലാഹ് നരകത്തിൽ ഇടുമെന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നമ്മൾ പോകുമോ? ഒരു ദിവസം മാത്രം പരിഗണിക്കണുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലാഹ് പറയാ, ഇന്നലത്തെ ദിവസം മാത്രം പരിഗണിച്ച് സ്വർഗ നരകങ്ങൾ നിന്റെ മേൽ തീർപ്പാക്കട്ടെ എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ആക്കിക്കോ അല്ലാഹ്, ആക്കിക്കോ എന്ന് പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഒരു ചിന്ത, ഒരു ആലോചന നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. വെറുതെ അങ്ങ് സൽക്കർമ്മങ്ങൾ ചെയ്തു പോവുകയല്ല, വെറുതെ അങ്ങ് നോമ്പെടുത്തു പോവുകയല്ല, മറിച്ച് ചിന്ത വേണം, ആലോചന വേണം. എന്റെ നോമ്പ് അല്ലാഹ് പരിഗണിക്കണ്ടേ, എന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് സൂറത്ത് ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഠിപ്പിച്ചത്? നാളെ ഒരു വിഭാഗത്തിന് വലത്തെ കൈയിലും ഇടത്തെ കൈയിലുമൊക്കെ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ വരാനുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോ നമ്മുടെ ഗ്രന്ഥം ഏത് കൈയിൽ ലഭിക്കുമെന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മളെയാണ് അല്ലാഹ് വിളിക്കുന്നത്. എന്ത് സ്നേഹമുള്ള റബ്ബാ, നമ്മളോട് എത്ര ഇഷ്ടമാ റബ്ബിന്. അതുകൊണ്ട് ഈ ദുനിയാവ് കണ്ട് നിങ്ങൾ, ഈ ദുനിയാവിന്റെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ ദുനിയാവിന്റെ അവസ്ഥകൾ കണ്ട് നിങ്ങൾ ഇതിലങ്ങ് വീണു പോകല്ലേ എന്നല്ലേ. അമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ
ഈ ദുനിയാവെന്ന് പറയുന്നത് അല്ലെ ഒരു വഞ്ചിക്കുന്ന വിഭവമല്ലാതെയല്ല. നമ്മൾ ഏത് ദുനിയാവിന് വേണ്ടിയാ പണിയെടുക്കണം എന്നറിയാം. നമ്മൾ ഏത് ദുനിയാവിന് വേണ്ടിയാ പണിയെടുക്കണേ? അള്ളാന്റെ അടുക്കൽ ഒരു ചത്ത ആടിന്റെ വില പോലും ഇല്ലാത്ത ദുനിയാവിന് വേണ്ടി. ഒരു ചത്ത ആടിന്റെ വില പോലും ഇല്ല. അള്ളാന്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു പോയി ഒരു ചത്ത ആടിനെ കണ്ടില്ലേ? അള്ളാന്റെ റസൂൽ ചോദിച്ചു, സഹാബ നിങ്ങൾ ആർക്ക് വേണം ഈ ആടിനെ? 2 ദിർഹത്തിന് ഞാൻ നൽകാം. സഹാബത്ത് പറഞ്ഞു, വേണ്ട പ്രവാചകരെ. വീണ്ടും പറഞ്ഞു, അല്ല 1 ദിർഹത്തിന് തരാം. വേണ്ട പ്രവാചകരെ. സഹാബത്തിനോട് പറഞ്ഞു, വെറുതെ നൽകാം. വേണ്ട പ്രവാചകരെ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ വെറുതെ തരാന്ന് പറഞ്ഞിട്ടും വേണ്ടാത്തത് എന്തേ? അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ ചത്തതല്ലേ, ഒരു ഗുണമില്ല, ഒരു ഉപകാരമില്ല. ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കുഴിച്ചിടണം, അല്ലാതെ എന്ത് ഉപകാരം ഞങ്ങൾക്ക് ഉള്ളേ? അതുകൊണ്ട് വേണ്ട പ്രവാചകരെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലൊക്കെ ഈ ആടിനെ കുറിച്ച് ചോദിച്ചപ്പോ എത്ര അവഗണനയും എത്ര ഉപേക്ഷയുമാണ് നിങ്ങൾ ഈ ആടിനെ കുറിച്ച് ചിന്തിച്ചത്. അത്ര പോലും അള്ളാഹ് ഈ ദുനിയാവിനെ പരിഗണിക്കണില്ല. അള്ളാഹ്ക്ക് വേണ്ട ഈ ദുനിയാവിൽ നമ്മളെ ജീവിപ്പിച്ചതും നമ്മൾ ജീവിക്കുന്നതൊന്നും അള്ളാഹ് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമുക്ക് വേണ്ടിയാ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണേ, നമുക്കുള്ള സ്വർഗീയ പാതയങ്ങൾ ഒരുക്കാൻ വേണ്ടി. പക്ഷെ നമ്മളെന്തോ ഒരുക്കണേ? നമ്മളെന്താ ശ്രദ്ധിച്ചിട്ടുള്ളേ? നമ്മളെന്തിനു വേണ്ടിയാ പണിയെടുക്കണേ? അതുകൊണ്ടാ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ, ഓരോ നഫ്സും ഒന്ന് ആലോചിക്കട്ടെ, നോക്കട്ടെ എന്തിലേക്കാണ്. നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നാളത്തേക്ക് വേണ്ടി എന്തുണ്ട്? അല്ലെ, മക്കളൊക്കെ കെട്ടിക്കാണ്ടല്ലോ എന്തുണ്ട്? ഞാൻ കുറച്ച് പൈസ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നപ്പോ കുറച്ച് പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലേ, പറയാറില്ല നമ്മള് ഉണ്ട്, വീടൊക്കെ ഒക്കെ ഉണ്ട്. എന്താ ചെയ്തേക്കണേ? അത് ഞാൻ കുറച്ച് പൈസ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭാര്യ കുറച്ച് സ്വർണ്ണമൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വിറ്റിട്ട് വീട് വെക്കാളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, അല്ല ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. പലതും നമ്മൾ ചോദിക്കുമ്പോ എന്താ ചെയ്ത, റിട്ടയർമെന്റ് ഒക്കെ ആയില്ലേ, എന്താ ചെയ്യാ? ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ, അതിനൊരു വാടക മാസം കിട്ടും. അൽഹംദുലില്ലാ. നിങ്ങളിങ്ങനെ പറയാം അല്ലെ, നമ്മൾ പലതും ഇങ്ങനെ പറയില്ലേ? എന്നാലോ അള്ളാഹ് ചോദിക്കാം, നാളത്തേക്ക് വേണ്ടി എന്തുണ്ട് സമ്പാദിച്ചിട്ടുണ്ട്, എന്തൊരുക്കി വെച്ചിട്ടുണ്ട്, നാളത്തേക്ക് വേണ്ടി എന്താ ഉള്ളേ? മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. വലാ തകൂനൂ, നിങ്ങളായി തീരാൻ പാടില്ല, കല്ലദീന, ഒരു കൂട്ടരെ പോലെ, അവർ അല്ലാഹുവിനെ മറന്നവരാണ്, ഫഅൻസാഹും അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തെ തന്നെ മറന്നവരുമാണ്. എന്നിട്ട് പറഞ്ഞു ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ചമ്മാടികൾ, അവരാണ് ഫിസ്കിന്റെ ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയാ ലാ യസ്തവീ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 മരണമുണ്ട് അല്ലെ. ഒന്ന് നല്ല മരണം, മുഅ്മിന്റെ മരണം. 2 കാഫിറിന്റെ മരണമാണ്. മുഅ്മിന്റെ മരണം അവൻ സ്വർഗത്തിലാണ്, കാഫിറിന്റെ മരണം അവൻ നരകത്തിലാണ്. ഇതാണ് മടക്കം. ഇതിന്റെ അപ്പുറത്തേക്ക് രണ്ടും കൂടി ഒരു മടക്കില്ല. കുറച്ച് മലക്കുകൾ സ്വർഗത്തിൽ നിന്നും കുറച്ച് മടക്കുകൾ, അങ്ങനത്തെ ഒരു മടക്കില്ല. അങ്ങനത്തെ ഒരു മടക്കില്ല. നമ്മുടെ മടക്കം എവിടെ? എങ്ങനെയാണ്? ഏത് മലക്കായിരിക്കും നമുക്ക് മരിക്കുമ്പോ ആരാ നമ്മളെ കൊണ്ടുപോകാം അല്ലേ? ഏത് ഗ്രന്ഥത്തിലാണ് നമ്മുടെ പേര് എഴുതപ്പെടാം? അതൊക്കെ ആലോചിക്കണ്ടേ? വെറുതെ യാന്ത്രികമായി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു പറയാ, അടിസ്ഥാനപരമായി പറയാം, ലാ യസ്തവീ, സമമാവുകയില്ല, അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗീയവാസികളാണ്, അവരാണ് വിജയിച്ചവർ, അവർക്കാണ് വിജയം, അവരാണ് വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയവാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, നോമ്പ് കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ളവരാണ്. റയ്യാനുള്ള കവാടം അല്ലാഹു നമുക്ക് വേണ്ടി തുറന്നു തരുമാറാകട്ടെ.
അതിലൂടെ പ്രവേശിക്കാൻ അവസരം കിട്ടുന്ന രൂപത്തിൽ നോമ്പുകൾക്ക് അല്ലാഹു പ്രാപ്തിയും തഖ്വയും കരുത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കണം അല്ലേ? ആദ്യത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10 പോകാൻ എത്ര പെട്ടെന്നാ പോയെ? അത് ചിന്തിച്ചു. ആദ്യത്തെ 10 കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴെന്ത് ചെയ്തു? അടുത്ത 10 കഴിഞ്ഞു. 18 നിന്ന് തറാവീഹ് നിസ്കാരം 19ാമത്തെ തറാവീഹ് നിസ്കാരം. നാളെയും കൂടി നിസ്കരിച്ചത് അല്ലെ 20ാമത്തെ തറാവീഹായി. പിന്നെ അവസാനത്തെ 10ലേക്കായി. അതുകൊണ്ട് അവസാനത്തെ 10 ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകണം. അവസാനത്തെ 10 ഒരു 10 ദിവസമൊക്കെ പറ്റണവരൊക്കെ എത്തിക്കാതിരിക്കണം. 10 ദിവസം അല്ലെ, 10 ദിവസമൊക്കെ എത്തിക്കാതിരിക്കണം. പറ്റുന്നവരൊക്കെ ഉണ്ടാകും. വീട്ടിൽ വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. ഇനി തിരക്കുള്ളവർക്ക് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാം? പള്ളിയിൽ തന്നെ എത്തിക്കാഫ്, പള്ളിയിലെ എത്തിക്കാഫ് ഉള്ളൂ കേട്ടോ. പള്ളിയിൽ എത്തിക്കാഫിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെ. അതൊരു വല്ലാത്തൊരു ശ്രദ്ധയാണ്. ഒരു തയ്യൽ ജോലി എടുക്കുന്ന ആളെ, അയാൾക്ക് ഏറ്റവും കൂടുതൽ പണി എപ്പോഴായിരിക്കും? പെരുന്നാളിന്റെ പണിയായിരിക്കും അല്ലെ. അപ്പൊ അയാളിങ്ങനെ എല്ലാ ഖുതുബയിലും കേൾക്കേണ്ട ഇത്തികാഫിന്റെ പ്രാധാന്യവും ഇത്തികാഫിന്റെ ഗുണവും ഇത്തികാഫിൽ നിന്ന് കിട്ടുന്ന ഹൈറും. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷയ്ക്ക് പൂർണ്ണമായിട്ടിരിക്കാലോ. അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം എന്താ? ഫുൾ ടൈം പള്ളിയിലായിരിക്കും, ആ ഇത്തികാഫിലായിരിക്കും, ആ നന്മയിലായിരിക്കും. അപ്പൊ അയാളിങ്ങനെ വിഷമിച്ച് എല്ലാ റമദാനിലും ഖത്തീബിനോട് പറയുന്നത്, എനിക്കിപ്പോ എങ്ങനെ എടുക്കാം? എന്റെ സമയം ഇപ്പൊ ആ സമയത്ത് 2-3 പേര് തരുള്ളൂ. ആ സമയത്ത് ഞാൻ അവിടെ പോയി എത്തിക്കാഫിരുന്ന എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. അങ്ങനെ വിഷമം പറയാം. അങ്ങനെ ഒരു റമദാനിൽ അയാൾ തീരുമാനിച്ചു, എന്ത് ഈ റമദാനിൽ എന്തായാലും ഞാൻ ഇരിക്കും. അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അയാളുടെ തുണിക്കടയിൽ എന്ത് ചെയ്തു? ഒരു ചെറുപ്പക്കാരനെ പീസ് വർക്കിന് എന്ത് ചെയ്തു? പൈസ കൊടുത്തിരുത്തി. പീസ് വർക്ക് അയാൾ എത്ര പണിയെടുക്കണോ അതിന് കാശ് അയാൾക്ക്. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും? നേരിട്ട് എടുക്കാം. ഇയാളുടെ പണിയും ഇയാൾക്ക് ചെയ്യാം. അങ്ങനെ 2 രൂപത്തിൽ. അങ്ങനെ ഇയാൾ ഇത്തികാഫൊക്കെ ഇരുന്നിട്ട് പെരുന്നാളിന്റെ അന്ന് ഈ ഖുതുബ പറഞ്ഞ മൗലവിനെ പോയി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മൗലവി അൽഹംദുലില്ലാഹ് ഈ തവണ ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? 10 ദിവസം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടിരുന്നു, ഒരു ടെൻഷനും ഉണ്ടായില്ല. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ മൗലവി എന്നറിയോ? ഞാൻ എല്ലാ കൊല്ലവും ഈ ഇത്തികാഫൊന്നും ഇരിക്കാതെ റമദാനിൽ ഇങ്ങനെ ഇടങ്ങേറായി പണിയെടുത്തിട്ട് കിട്ടാത്ത ലാഭം എനിക്ക് ഇക്കൊല്ലം കിട്ടി. അങ്ങനെ എല്ലാ കൊല്ലവും ഞാൻ ഈ ഇത്തികാഫും ഈ 10ലും ഒക്കെ രാത്രിയും പകലും ഇല്ലാതെ പണിയെടുത്ത് കിട്ടുന്നേക്കാൾ ലാഭം ചെയ്തു ഈ പീസ് വർക്ക് ഈ യുവാവിന് കൊടുത്തപ്പോ എനിക്ക് കിട്ടി. കാരണം ഞാൻ പ്രായമുള്ള മനുഷ്യനല്ലേ, ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ എടുക്കുള്ളൂ. ഇവനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവൻ പരമാവധി വർക്ക് എടുത്തു. ഇവനെന്ത് ചെയ്തു? ഇവൻ ഇത് രാത്രിയും പകലൊക്കെ ഇരുന്ന് അടിച്ച് തയ്ച്ചൊക്കെ കൊടുത്തു എല്ലാവരും. അങ്ങനെ കണക്കൂട്ടി വന്നപ്പോ ഞാൻ എല്ലാ വർഷവും എനിക്ക് കിട്ടണ വരുമാനത്തെക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? എനിക്ക് വരുമാനം കിട്ടി. നിങ്ങൾ ആലോചിച്ച് ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് അവനൊരു പോംവഴി ഉണ്ടായിക്കോട്ടെ. അള്ളാഹ് കൊടുക്കൂല. കഴിഞ്ഞ ഞായറാഴ്ച പത്രമൊക്കെ കേട്ടല്ലേ, അള്ളാഹ് കൊടുക്കിയിട്ടില്ല. 313 പേര് അല്ലെ, 1000ഓളം ആളുകൾ അപ്പുറത്ത്. രക്ഷപ്പെടുത്തിയില്ലേ? ചിലരൊക്കെ പറയണ്ട ബദറെന്തിനാ നടന്നേ? നമുക്ക് നെയ്ച്ചോറ് കഴിക്കാനേ. അതിനൊന്നുമല്ല ബദർ. സമസ്തക്കാരൊക്കെ പറയണ അങ്ങനെയാണ്. ബദറെന്തിനാ നടത്തിയല്ല, നമുക്ക് നെയ്ച്ചോറ് ഞാനാന്ന് പറയാം, പത്തിരി ഞാൻ പ്രസംഗിച്ച് ഇങ്ങനെ പച്ചക്ക് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് ബദറിലൊക്കെ നമുക്കുള്ള പാടെന്താ? ഈമാനും ഇഖ്ലാസും കൈ മുതലായി നമ്മൾ കൊണ്ടു നടന്നോ, അള്ളാഹ് നമ്മെ സഹായിക്കും. എല്ലാ വിഷയത്തിലും സഹായിക്കും. പക്ഷെ എന്ത് ചെയ്യണം? മടക്കയാത്രക്ക് ഒരുങ്ങിയുള്ള രീതിയായിരിക്കണം. അടുത്ത റമദാൻ വരും, പക്ഷെ ആ റമദാനിൽ നമ്മൾ ജീവിക്കുമെന്ന് അറിയില്ല. അടുത്ത റമദാൻ വരും, ആ റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഊർജ്ജസ്വലമായി എല്ലാ വിഷയത്തിലും. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു അല്ലെ? അവിടുന്ന് അവസാനത്തെ അള്ളാന്റെ റസൂല് അവിടുത്തെ അടിയുടുപ്പ് എന്ത് ചെയ്യും? ഒന്ന് മുറുക്കി ഉടുക്കും. എപ്പോഴാണ് നമ്മൾ ഈ മുണ്ടക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഒരാളിങ്ങനെ ഒരു വിറക് കെട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് എടുത്തരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്ന പണി എന്താ? നമ്മൾ നമ്മുടെ മുണ്ടൊന്ന് അയച്ചിട്ട് എന്ത് ചെയ്യും? ഒന്ന് ടൈറ്റ് ആക്കും. കാരണം എന്താ? ഒരു പണിയെടുക്കാൻ ഒന്ന് ഒരുങ്ങണം. എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ 2-3 വിശദീകരണം കൊടുത്തു അവിടെ. ഒന്നെന്താണ്? ഒന്ന്, ഇഅ്തികാഫിൽ പൂർണ്ണമായിരിക്കുന്ന ആളെന്ത് ചെയ്യാൻ പറ്റൂല, രാത്രി പോലും ഭാര്യമാരുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പറ്റുകയില്ല.
അപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്തു, അതുപോലും ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, പള്ളിയിൽ എത്തിക്കാഫിരുന്നത്. ഒരു അഭിപ്രായമാണ് പണ്ഡിതന്മാർ. അങ്ങനെ തന്നെയാണ് എത്തിക്കാഫിരിക്കുമ്പോൾ അതിൽ നിന്ന് പോലും എന്ത് ചെയ്യണം, മാറിക്കണം. അതുപോലും പറ്റില്ല. എങ്കിൽ എത്തിക്കാഫിന്റെ തുടർച്ച അവന് നഷ്ടമാകും എന്നതാണ്. പ്രശ്നമൊന്നുമില്ല, തുടർച്ച നഷ്ടമാകും. രണ്ടാമത്തെ കാര്യം എന്താ, അത്രമേൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു അവസാനത്തെ പറ്റൽ. സ്വതക്കകളൊക്കെ ധാരാളം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ അറിയിച്ചത് കൊണ്ട് ഓർമ്മപ്പെടുത്തണം. നമ്മുടെ കഴിഞ്ഞ ഇവിടെ നിന്നിരുന്ന ഖത്തീബ് അല്ലെ, നമ്മുടെ പേര് ഞാൻ വിട്ടുപോയി, എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ചിരുന്ന ഒരു കോളേജിന്റെ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷൻ അതിനുള്ളതാണെന്ന് അറിയിച്ചു. കരിങ്ങനാട് സലഫിയ അറബിക് കോളേജ് യത്തീംഖാനയുടെ കളക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, പരമാവധി അവരാൽ കഴിയുന്നൊരു സഹായം ചെയ്യുക. പൊതുവെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ റമദാനിന്റെ കളക്ഷനുകളിലൂടെയാണ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞെന്ത് ചെയ്യാം, നമുക്ക് ആ സ്ഥാപനത്തിൽ നമ്മുടെ അറിഞ്ഞ് ഒരു പൂർണ്ണ അർത്ഥത്തിൽ തൃപ്തിയോടെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടും. അപ്പൊ യത്തീംഖാനയും കൂടിയാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, നമ്മുടെ ശ്രദ്ധയിൽ വേണം. ഇന്നത്തെ ഒരു കളക്ഷൻ അതിനുള്ളതാണ്. അല്ലെ, ആ ബക്കറ്റല്ലേ, ആ ബക്കറ്റിലാണ് നമ്മൾ ഇടേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി അതല്ല എന്തെങ്കിലും വേറെ നമ്പറോ കാര്യങ്ങളോ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ അത് അവിടെ നിന്ന് തരും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു സലഫി കോളേജും അഥവാ അതല്ലെങ്കിൽ ഒരു യത്തീംഖാന എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഹിഫ്ള് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എത്ര ഗുണമാണ്. ഒരു കുട്ടി ഹിഫ്ള് പഠിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഖുർആൻ ഓതണം, എത്ര പ്രാവശ്യം ഖുർആൻ ഓതണം അല്ലെ? ഒരായത്ത് കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ഓതിയാലാണ് എന്ത് ചെയ്യുള്ളൂ, ആ ആയത്തെ കുട്ടി പഠിക്കുള്ളൂ കുറഞ്ഞത്. ഇങ്ങനെ ഖുർആൻ എത്ര ആവർത്തി ഓതിയിട്ടാണ് ഒരു കുട്ടി ഹാഫിളാകുക, ഇതിന്റെ ഒക്കെ ഒരു കൂലി ആർക്ക് കിട്ടും, നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധയും ഒരു കരുതലും നമുക്ക് ഉണ്ടാകാം. ആ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും കേൾവിയും പഠനവും ഒക്കെ അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന